ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. സംശയങ്ങളുടെ കാർമേഘങ്ങളൊക്കെ നീങ്ങി. ഞാനും ജോസഫും തമ്മിലുള്ള വിവാഹ ദിവസവും വന്നെത്തി. എൻ്റെ ഭർത്താവായി എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ദൈവത്തിന് വളർത്തച്ഛനായി ജോസഫ്. എല്ലാ ദമ്പതിമാരെയും പോലെ ആയിരിക്കില്ല ഞങ്ങളുടെ ജീവിതമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം. യഹോവ അവിടുത്തെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിൽ സന്തോഷിച്ചുകൊണ്ട്, അവിടുത്തെ ഇഷ്ടങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. ജോസഫ് ഒരു നല്ല ആശാരിയാണ് കേട്ടോ. ഹൃദയത്തിൽ നിഷ്കളങ്കതയും ഒത്തിരി സ്നേഹവുമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം കുഞ്ഞുവാവയ്ക്ക് തൊട്ടിലൊക്കെ പണിയാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ അവൻ്റെ ജനനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരുന്നു, മാനസികമായും ശാരീരികമായും ആത്മീയമായും. എൻ്റെ ഗർഭാരിഷ്ടതകളൊക്കെ മനസ്സിലാക്കി ജോസഫ് എൻ്റെ ഒപ്പമുണ്ടായിരുന്നു എപ്പോഴും. മക്കളെ, ഞാനത് നിങ്ങളോട് പറയുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന എന്താണെന്നോ? ദാ ഇതുപോലെ ദൈവേഷ്ടത്തിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുവാൻ, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം നമുക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചറിയാൻ, ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് അയക്കുന്ന ജോസഫിനെ പോലെയുള്ള നല്ല മനുഷ്യരെ തിരിച്ചറിയുവാൻ, സ്നേഹിക്കുവാൻ എൻ്റെ മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നത് തന്നെ